The next topic is mechanism of DNA replication. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡി എൻ എ റെപ്ലിക്കേഷൻ പഠിച്ചു. എങ്ങനെയാണ് ഡി എൻ എ റെപ്ലിക്കേഴ്സ് ഉണ്ടാക്കുന്നത് പഠിച്ചു. ഇനി നമുക്ക് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈംസിനെ കുറിച്ച് പഠിക്കാം. ആൻഡ് ഹൗ ഇസ് റെപ്ലിക്കേഷൻ പെർഫോംഡ് ബൈ ദ ഡി എൻ എ. അപ്പോൾ ഹൈ ഡിയർ സ്റ്റുഡൻസ്, mechanism of DNA replication. First heading, the machinery and the enzymes. The substrate for replication. ഇപ്പോൾ റെപ്ലിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ എൻസൈംസ് വേണം. അപ്പോൾ എൻസൈംസ് പെർഫോം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഒരു സബ്സ്ട്രേറ്റ് വേണം അല്ലേ? അപ്പോൾ ഈ ഡി എൻ എയിലുള്ള സബ്സ്ട്രേറ്റ് ഏതാ? ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് triphosphates. Deoxyribo nucleoside triphosphates. ഇതാണ് റെപ്ലിക്കേഷനുള്ള സബ്സ്ട്രേറ്റ്. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇവരെ സബ്സ്ട്രേറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത്. അതിന് രണ്ട് പർപ്പസ് ഉണ്ട്. എന്താണ്? ഇപ്പോൾ ഡി എൻ എ സിന്തസിസ് നടക്കണം. ഇപ്പോൾ ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് act as substrate for DNA synthesis. The another point is replication is energetically expensive. എന്ന് വെച്ചാൽ ഒരുപാട് എനർജി വേണ്ട പ്രോസസ്സാണ്. So they provide energy for polymerization by releasing the energy stored in the two terminal high energy phosphates, same as in ATP. ഇപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡി എൻ എയുടെ സ്ട്രക്ചർ, സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഡി എൻ എ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. അതിൽ ഡി എൻ എയുടെ സ്ട്രക്ചർ കാണിക്കുമ്പോൾ സർക്കിൾസിൻ്റെ ഉള്ളിൽ ഫോസ്ഫറസ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? 5' 3' എൻഡിലും 3' 5' എൻഡിലൊക്കെ സർക്കിൾസിൻ്റെ അകത്ത് ഫോസ്ഫറസ് ബോൺസ് ഓർമ്മയുണ്ടോ? അപ്പോൾ ആ ഫോസ്ഫേറ്റാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഈ ഫോസ്ഫേറ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്താലേ എനർജി കിട്ടുള്ളൂ. ആ എനർജിയാണ് ആവശ്യം ഡി എൻ എ സിന്തസിസിന്. ഇത് എ ടി പിയിൽ നടക്കുന്ന അതേ പ്രോസസ്സാണ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്സ് അല്ലേ? എ ടി പിന്ന് എനർജി ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആവും. വീണ്ടും എനർജി ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് ആവും, AMP. അപ്പോൾ ഇങ്ങനെ എനർജി ബോണ്ട്സ് ഒക്കെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എനർജി റിലീസ് ചെയ്യുക. ആ എനർജിയാണ് സെൽസ് പല ആക്ടിവിറ്റീസിനും ഉപയോഗിക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഇതും ഡിയോക്സിറൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ്. ഇപ്പോൾ ട്രൈഫോസ്ഫേറ്റ്സ് എന്നുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്താൽ ഡൈഫോസ്ഫേറ്റ് ആവും. വീണ്ടും എനർജി ബോണ്ട് ബ്രേക്ക് ചെയ്താൽ മോണോഫോസ്ഫേറ്റ്സ് ആവും. ഈ എനർജി ബോണ്ടിൽ നിന്ന് എനർജീസാണ് ഡി എൻ എ സിന്തസിസിന് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇത് സബ്സ്ട്രേറ്റായി ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്. ബിക്കോസ് റെപ്ലിക്കേഷൻ ഈസ് വെരി വെരി എക്സ്പെൻസീവ്. അപ്പോൾ സബ്സ്ട്രേറ്റിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് എൻസൈംസ് ഇൻവോൾവ്ഡ് ഇൻ ഡി എൻ എ റെപ്ലിക്കേഷൻ. അപ്പോൾ അതിൽ ഫസ്റ്റ് എൻസൈമാണ് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്. അപ്പോൾ ഒരു ഡി എൻ എയുടെ ചെറിയ സ്ട്രാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പോളിമറേസ് എൻസൈം ഫങ്ഷൻ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്. It catalyzes the polymerization of deoxyribonucleotides on the DNA template. ഒരു ഡി എൻ എ ടെംപ്ലേറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞു. ഒരു പ്ലാറ്റ്ഫോം വേണം, ഒരു ബേസ് വേണം. അതിൻ്റെ പുറത്താണ് ഒരു കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ് ഉണ്ടാവുക. അപ്പോൾ ഡി എൻ എ ടെംപ്ലേറ്റിൻ്റെ പുറത്ത് പുതിയൊരു ഡി എൻ എ ഉണ്ടാവുന്നത് പോളിമറൈസേഷൻ വഴിയാണ്. പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞല്ലോ +1 പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ചും ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ന്യൂക്ലിയോടൈഡുകൾ ചെയിൻസ്, ന്യൂക്ലിയോടൈഡ് ചെയിൻസ് തമ്മിൽ ബോണ്ട് ചെയ്തിട്ടാണ് പോളിന്യൂക്ലിയോടൈഡ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പോളിമറൈസേഷൻ, ദാറ്റ് ഈസ് ചെയിനിങ് പ്രോസസ്സ്. അപ്പോൾ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് ഈ ബേസിക്സ്, ഇതാണ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഡി എൻ എ. അപ്പോൾ ഇതിൻ്റെ പോളിമറൈസേഷൻ
കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് എന്ത്? DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്. ഇനി അടുത്തതാണ് ഹെലിക്കേസ്. ആ ടേം കേട്ടാൽ തന്നെ അറിയാം എന്താണ്. ആ കോയിൽഡ് പാറ്റേൺ അതിനെ അൺവൈൻഡ് ചെയ്യിക്കുക. It unwinds the DNA strand to form the replication fork. ഇപ്പോൾ replication fork, അതായത് ഫോർക്ക് നമുക്കറിയാം അല്ലേ, രണ്ട് എൻഡിലേക്കായിട്ട് ഇതിങ്ങനെ അഴിഞ്ഞ് കിടക്കുകയാണ് ആ രണ്ട് സ്ട്രാൻഡ്. ആ രണ്ട് കോയിൽഡ് DNA ഡബിൾ സ്ട്രാൻഡ്സിനെ അൺവൈൻഡ് ചെയ്ത് രണ്ട് സിംഗിൾ സ്ട്രാൻഡായി. ഇതിനെ രണ്ട് സിംഗിൾ സ്ട്രാൻഡ് ആക്കുന്ന ജോലിയാണ് ഹെലിക്കേസിനുള്ളത്. ദ നെക്സ്റ്റ് കംസ് DNA ലിഗേസ്. ഇതെങ്ങനെ വെച്ചാൽ DNAയുടെ രണ്ട് സ്ട്രാൻഡ് ഉണ്ട് പറഞ്ഞു അല്ലേ. ഇതിൽ ഒരു സ്ട്രാൻഡിൽ തലകഴായിട്ടാണ്, അതായത് അപ്സൈഡ് ഡൗൺ പാറ്റേണിലാണ് നടക്കുക. അപ്പോൾ അവിടെ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ പീസസ് ഓഫ് DNA ഉണ്ടാവും. സ്മോൾ പീസസ് ഓഫ് DNA, ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. അപ്പോൾ ഈ തുണ്ടുകളെ ജോയിൻ ചെയ്യണം, സ്റ്റിക്ക് ചെയ്ത് നിർത്തണം, ഒരു സ്ട്രാൻഡ് ആക്കണം. ഈ ഫ്രാഗ്മെൻറ്റ്സിനെ ഗ്ലൂ ചെയ്ത് നിർത്തേണ്ട ജോലിയാണ് ഓൺ ദ ലാഗിങ് സ്ട്രാൻഡ്. ആൻഡ് ദ എൻസൈം ഇസ് DNA ലിഗേസ്. ലിഗേസ് എന്ന് പറഞ്ഞാൽ ടു ലിഗേറ്റ്, ടു ജോയിൻ. അപ്പോൾ അതാണ് ഈ മൂന്ന് എൻസൈംസ്: DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്, ഹെലിക്കേസ് ആൻഡ് DNA ലിഗേസ്. Then the next one involved is RNA Primer. അപ്പം നമ്മൾ പെയിൻ്റ് ഒക്കെ അടിക്കുമ്പോൾ ആദ്യം പ്രൈമർ അടിക്കണം എന്ന് പറയൂലേ, എന്നാലേ പെയിൻറ്റ് പിടിക്കുള്ളൂ എന്ന് പറയും. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു DNA ഫോം ചെയ്യണമെങ്കിൽ RNAയുടെ ചെറിയൊരു തുണ്ട് അവിടെ ഉണ്ടെങ്കിലേ DNA റെപ്ലിക്കേഷൻ നടക്കുള്ളൂ, അല്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ RNA Primer മീൻസ് എ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് RNA. അതിൻ്റെ അതിനെ നീട്ടം എത്രയാ? 10 to 60 ന്യൂക്ലിയോടൈഡ്സ് വേണം. വളരെ ഷോർട്ട് സ്ട്രെച്ച്. ഒരു ഷോർട്ട് സ്ട്രെച്ച് ഓഫ് RNA is required which has only 10 to 60 ന്യൂക്ലിയോടൈഡ്സ്. അപ്പോൾ ഇതാണ് വേണ്ടത്. DNA ടെംപ്ലേറ്റിൻ്റെ പുറത്ത് ഈ ഒരു RNA പ്രൈമർ ഉണ്ടെങ്കിൽ മാത്രമേ DNA റെപ്ലിക്ക ഉണ്ടാവുള്ളൂ. Now next one is process of DNA replication. എങ്ങനെയാണ് DNA റെപ്ലിക്ക ഉണ്ടാവുന്നത്? The origin of replication or ORI. ഒറിജിൻ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ORI. അതാണ് പറയുക. ആ പോയിന്റ് എവിടെ നിന്നാണ് ആ റെപ്ലിക്കേഷൻ തുടങ്ങുന്നത്, ആ സ്റ്റാർട്ടിങ് പോയിന്റ്, അതിനെ ORI എന്നാണ് പറയുക. അപ്പോൾ റെപ്ലിക്കേഷൻ സ്റ്റാർട്ടിങ് അങ്ങനെ പലവിടെ നിന്നും തുടങ്ങാൻ പറ്റില്ല. അത് കറക്റ്റായിട്ട് ഒരു സ്പെസിഫിക് പോയിന്റിൽ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. So replication does not occur randomly at any place on the DNA. അപ്പോൾ DNAയുടെ ഏത് സ്ഥലത്തും അങ്ങനെ റാൻഡമായിട്ട് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യില്ല. ബട്ട് ബിഗിൻസ് അറ്റ് ഡെഫിനിറ്റ് പോയിന്റ്സ് ഇൻ ദ DNA. അപ്പോൾ DNAയിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, അവിടെ മാത്രമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കോൾഡ് ORI ഓർ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. യൂകാരിയോട്ടിക് DNA എന്ന് പറഞ്ഞാൽ എന്താ? ട്രൂ ന്യൂക്ലിയസ് ഉള്ള സെൽസിലുള്ള DNA ഹാസ് മെനി ORI സൈറ്റ്സ്. ഇപ്പം നമ്മുടെയൊക്കെ കേസിൽ DNAക്ക് ഒരുപാട് ORI സൈറ്റ്സ് ഉണ്ട്. പക്ഷേ ബാക്ടീരിയയ്ക്കും വൈറസിനും DNAയിൽ ഒരു ORI മാത്രമേ ഉള്ളൂ. വെക്ടേഴ്സ് പ്രൊവൈഡ് ദ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഇൻ റീകോമ്പിനൻറ്റ് DNA. അപ്പോൾ ഈ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി ഇത് നിങ്ങൾക്ക് ബോട്ടണിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇവിടെ ബാക്ടീരിയയും വൈറസും യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വെക്ടേഴ്സ്, ഈ വെക്ടേഴ്സ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആക്ച്വലി കൊടുത്തു നൽകുക. അത് നമുക്ക് ബോട്ടണിയിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി എന്നാണ് അതിന് പറയുക. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിൽ റെപ്ലിക്കേഷൻ നടക്കുന്ന ഒറിജിൻ വെക്ടേഴ്സ് ആണ് പ്രൊവൈഡ്. വെക്ടേഴ്സ് എന്തൊക്കെയാണ് അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ബോട്ടണിയിൽ. അപ്പോൾ നോക്കുക, അൺവൈൻഡിങ് ഓഫ് ദ DNA ഡബിൾ ഹെലിക്സ്. അപ്പം ആദ്യം ORI വേണം എന്ന് പറഞ്ഞു. ഇനി അടുത്തത് അൺവൈൻഡ് ചെയ്യണം അല്ലേ. ആ ഹെലിക്സ് പാറ്റേൺ എന്തായാലും അൺവൈൻഡ് ചെയ്ത് രണ്ട് സ്ട്രെയിറ്റ് ആവണം, സെപ്പറേറ്റഡ് ആണ്. The two strands of DNA separate and unwind with the help of helicase enzymes. അത് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. ഹെലിക്കേസ് എൻസൈമിൻ്റെ സഹായത്തോടുകൂടി എന്ത് ചെയ്യും? DNAയുടെ രണ്ട് സ്ട്രാൻഡും സെപ്പറേറ്റ് ആവും, അൺവൈൻഡ് ചെയ്ത് സെപ്പറേറ്റ് ആവും.
Unwinding cannot occur in the entire length of DNA due to very high energy requirement. അപ്പോൾ ഒറ്റയടിക്ക് ദ ഹോൾ സ്ട്രാൻഡ് അൺവൈൻഡ് ചെയ്യില്ല. കുറച്ചായിട്ട് ആണ് അൺവൈൻഡ് ചെയ്യുക. കാരണം ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ആ ന്യൂക്ലിയോസൈഡ്സ് ദാറ്റ് ഈസ് ഫോസ്ഫേറ്റ്സ് എന്നൊക്കെ പറഞ്ഞു, ട്രൈഫോസ്ഫേറ്റ്സ്. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആ എനർജി റിലീസ് ചെയ്ത് വേണം ഈ പ്രോസസ്സ് നടക്കാൻ. സോ അൺവൈൻഡിങ് ഒറ്റയടിക്ക് DNA മൊത്തം അൺവൈൻഡ് ചെയ്യില്ല, ചെറിയ തുണ്ടായിട്ടാണ് അൺവൈൻഡ് ചെയ്യുക. അപ്പോൾ replication occurs with a small opening of the DNA helix, leading to the formation of a Y-shaped structure called replication fork. ഇപ്പോൾ replication fork എന്താണെന്ന് പ്രത്യേകം ചോദിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഡയഗ്രാം വരയ്ക്കണം, പൊളാരിറ്റി ശ്രദ്ധിക്കണം, ലേബൽ ചെയ്യണം. അപ്പോൾ replication എവിടെ ഒക്കർ ചെയ്യുക? DNA ഹെലിക്സ് അൺവൈൻഡ് ചെയ്ത് ഓപ്പൺ ചെയ്യും. ആ ഓപ്പണിംഗ് പോയിന്റിൽ അപ്പം എന്താവും? സ്ട്രക്ചറിൽ ചേഞ്ച് വരും, വൈ ഷേപ്പ് ഫോം ചെയ്യും. ആൻഡ് ഇതിനെ എന്ത് പറയും? റെപ്ലിക്കേഷൻ ഫോർക്ക്. അപ്പം നമുക്ക് പൊളാരിറ്റി നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ചെയിനിൻ്റെ പൊളാരിറ്റി നോക്കൂ, 5' 3'. രണ്ടാമത്തെ ചെയിനിൻ്റെ 3' 5'. അപ്പോൾ 5' 3' പൊളാരിറ്റി ഉള്ള സ്ട്രാൻഡിലാണ് കണ്ടിന്യൂസ് ആയിട്ട് സിന്തസിസ് നടക്കുക. അതായത് കണ്ടിന്യൂസ് ആയിട്ട് പുതിയൊരു സ്ട്രാൻഡ് ഉണ്ടാവുക. ആ സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റിയാണ് 5' 3' പൊളാരിറ്റി. കണ്ടു? അപ്പോൾ ഫസ്റ്റ് ചെയിനിൻ്റെ പൊളാരിറ്റി ഞാൻ പറഞ്ഞു, 3' 5' പൊളാരിറ്റി. രണ്ടാമത്തെ ചെയിനിൻ്റെ പൊളാരിറ്റിയാണ് 5' 3' പൊളാരിറ്റി. കണ്ടിന്യൂസ് സിന്തസിസ് നടക്കുന്ന പുതിയ DNA സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് 5' 3' പൊളാരിറ്റി. ഇതാണ് ഓർത്ത് വയ്ക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ സ്ട്രാൻഡ് നോക്കൂ. ഞാൻ നേരത്തെ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതിലെങ്ങനെയാണ്? അതാണ് ഈ ചെറിയ തുണ്ടുകൾ. ഇപ്പോൾ പുതിയ സ്ട്രാൻഡ് ഓൾവേസ് ഫോം ഇൻ ദ പൊളാരിറ്റി 5' 3'. അതായത് പുതിയ സ്ട്രാൻഡ് എപ്പോഴും 5' 3' പൊളാരിറ്റിയിൽ മാത്രമേ സിന്തസിസ് നടക്കുള്ളൂ. പക്ഷേ ഈ രണ്ടാമത്തെ സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി നോക്കുക, 5' 3' പൊളാരിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി, അതിൻ്റെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലായിരിക്കണം പുതിയ സ്ട്രാൻഡ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുള്ള കാരണം എന്ത് ചെയ്തു? ചെറിയ തുണ്ടുകളായിട്ടാണ് ഫോം ചെയ്തത്. ഓപ്പോസിറ്റായിട്ട് 3' 5' ഡയറക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 5' 3' ഡയറക്ഷനിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്തു. ചെറിയ തുണ്ടുകളായിട്ടാണ് ആഡപ്പ് ആയത്. എന്നിട്ട് ഈ ചെറിയ DNA സെഗ്മെൻറ്റ്സിന് എന്ത് ചെയ്തു? DNA ലിഗേസ് ഉപയോഗിച്ച് അതിനെ ലിഗേറ്റ് ചെയ്യും, ജോയിൻ ചെയ്യും. അപ്പോൾ ഇതാണ് ഈ സെഗ്മെൻറ്റ്സിനെ, ഈ സ്മോൾ പീസസിനെ പറയുന്നതാണ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. ഈ 3' 5' പൊളാരിറ്റിയിൽ ഉണ്ടാകുന്ന സിന്തസിസ്, പുതിയ സ്ട്രാൻഡ് ഉണ്ടാകുന്നതിനെ പറയും ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ്. അപ്പോൾ പൊളാരിറ്റി നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും റെപ്ലിക്കേഷൻ ഒക്കേഴ്സ് ഇൻ ദ ഡയറക്ഷൻ 5' to 3'. അത് ഓർക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡയഗ്രാം വരയ്ക്കാൻ എളുപ്പമായിരിക്കും. ഫസ്റ്റ് സ്ട്രാൻഡ് 3' to 5'. അതിൻ്റെ ഓപ്പോസിറ്റ് നോർമലായി നടക്കുന്നു. സോ നമുക്ക് നോർമൽ സ്ട്രാൻഡ് വരയ്ക്കാം 5' to 3'. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് രണ്ടാമത്തെ സ്ട്രാൻഡ് 5' to 3'. അപ്പോൾ ഇങ്ങനെ ഡയഗ്രാം വരയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ നോർമലായിട്ട് കണ്ടിന്യൂസ് സിന്തസിസ് നടക്കുന്ന സ്ട്രാൻഡിൻ്റെ പേരാണ് ലീഡിങ് സ്ട്രാൻഡ്. കണ്ടിന്യൂസ് സിന്തസിസ്. അതേമാതിരി ദ സ്ട്രാൻഡ് വിച്ച് അണ്ടർഗോസ് ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ്, അതാണ് ലാഗിങ് സ്ട്രാൻഡ്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്.
അപ്പോൾ ഇത് പ്രത്യേകം ചോദിക്കാറുണ്ട് കേട്ടോ. ലീഡിങ് സ്ട്രാൻഡും ലാഗിങ് സ്ട്രാൻഡും പ്രത്യേകം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. The synthesis of a new DNA strand is continuous in 5' 3' direction on the template with polarity 3' 5'. അപ്പോൾ ഇതാണ് ഓർത്തു വയ്ക്കേണ്ടത്. ടെംപ്ലേറ്റിൻ്റെ പൊളാരിറ്റി 3' 5' ആണ്. അതിൻ്റെ പുറത്തുണ്ടാവുന്ന പുതിയ DNA സ്ട്രാൻഡ് 5' 3' ആണ്. കണ്ടിന്യൂസ് ആയിട്ടാണ് സിന്തസിസ് നടക്കുക. ഇതിനെ പറയും ലീഡിങ് സ്ട്രാൻഡ്. അതുമാതിരി ലാഗിങ് സ്ട്രാൻഡ് നോക്കൂ. ടെംപ്ലേറ്റിൻ്റെ പോളാരിറ്റി 5' 3' ആണ്. 5' 3' ഡയറക്ഷനിൽ മാത്രമേ പുതിയ സ്ട്രാൻഡ് ഉണ്ടാവാൻ പാടുള്ളൂ. അതുകൊണ്ട് സ്മോൾ പീസസ് ഓഫ് DNA ആയിട്ടാണ് ഫോം ചെയ്യുക. എന്നിട്ട് ഇതിനെ DNA ലിഗേസ് ഉപയോഗിച്ച് അത് ജോയിൻ ചെയ്യിക്കും. ഈ സ്മോൾ പീസസിനെ പറയും ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. ആൻഡ് ഈ ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് വഴി ഉണ്ടായ സ്ട്രാൻഡിനെ പറയും ലാഗിങ് സ്ട്രാൻഡ്. The small segments of DNA thus formed are called ഒക്കാസാക്കി. നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ഈ യൂകാരിയോട്ടിക് റെപ്ലിക്കേഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്? യൂകാരിയോട്ടിക് റെപ്ലിക്കേഷൻ ടേക്സ് പ്ലേസ് അറ്റ് എസ് ഫേസ് ഓഫ് ദ സെൽ സൈക്കിൾ. ഇപ്പോൾ സെൽ സൈക്കിളിൽ എസ് ഫേസ് സിന്തസിസ് ഫേസ് എന്ന് പറയും, സിന്തറ്റിക് ഫേസ്. അപ്പോൾ സെൽ സൈക്കിളിൽ എസ് ഫേസിലാണ് യൂകാരിയോട്ടിക് റെപ്ലിക്കേഷൻ നടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ സെൽ സൈക്കിളിൽ സെൽ ഡിവിഷനിൽ ഫെയിലിയർ വരുമ്പോഴാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അന്യൂപ്ലോയിഡി പോളിപ്ലോയിഡി എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ സെൽ ഡിവിഷനിൽ ഫെയിലിയർ വരുമ്പോഴാണ് പോളിപ്ലോയിഡി, അതായത് ഹോൾ സെറ്റ് ക്രോമസോംസ് ഒരു സൈഡിലേക്ക് വരും, മറ്റേ സൈഡിലേക്ക് ക്രോമസോംസേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ, അതാണ് പോളിപ്ലോയിഡി. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കിവിടെ വെച്ച് നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ച് പഠിക്കാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.